അപ്പോൾ ഇന്ന് നമുക്കൊരു വിന്റർ സ്പെഷ്യൽ ചിക്കൻ രാമൻ ഉണ്ടാക്കിയാലോ. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദി വീഡിയോ. ആദ്യം തന്നെ നമുക്ക് ഇതിന് വേണ്ടുന്ന ചിക്കൻ ബ്രോത്ത് ഉണ്ടാക്കാം, അതായത് സൂപ്പ്. നമ്മൾ രാമൻ യൂസ് ചെയ്യുന്ന സൂപ്പ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു അത്യാവശ്യം വലിയ പോട്ട് എടുത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. ശേഷം ചിക്കൻ പോൺസ് ഇടുക, പിന്നെ ഒരു ഓനിയൻ കട്ട് ചെയ്തത്, ജിഞ്ചർ ഗാർലിക് കട്ട് ചെയ്തത്, പിന്നെ ഒരു ബേ ലീഫ്, പിന്നെ ഒരു സ്പൂണ് ഹോൾ പെപ്പർ ഇതിട്ടിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് മിഡിൽ ഫോം വന്നിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്തിട്ട് നമുക്കത് സ്ട്രെയിൻ ചെയ്ത് മാറ്റി വെക്കാം. ഒരു 45 മിനിറ്റ്സോളം എടുത്തിട്ടുണ്ടാവും കുക്കാവാൻ. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള ചിക്കൻ പീസ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് കുക്ക് ചെയ്തെടുക്കാം. സിമ്പിൾ മാരിനേഷൻ: ഉപ്പ്, പെപ്പർ പൗഡർ, സോയ സോസ് ഇട്ടിട്ട് ഒലീവ് ഓയിലിൽ ഒരു ഷാലോ ഫ്രൈ പോലെ എടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ ചിക്കൻ ബ്രസ്റ്റ് പീസസ് ആണ് യൂസ് ചെയ്തത്. ഒന്ന് കുക്കായി വരണമെന്നേ ഉള്ളൂ, അല്ലാണ്ട് ഭയങ്കര ഓവറായിട്ട് ഡ്രൈ ആവാൻ പാടില്ല. എപ്പോഴും നമ്മൾ വീഡിയോസിലൊക്കെ രാമൻ്റെ വീഡിയോസ് കാണുമ്പോൾ വിചാരിക്കാറുണ്ട് ഒരു ഒതന്റിക് രാമൻ വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കണമെന്ന്. അപ്പോൾ ഇന്നെന്തായാലും ആക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു എഗ്ഗ് വേണം. ഹാഫ് ബോയിൽഡ് ആണ് വേണ്ടത്. ഞാൻ എന്തായാലും ഫുൾ ബോയിൽഡ് ആക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള നൂഡിൽസ് ആവശ്യമായി. ഞാനിപ്പോൾ എടുത്ത നൂഡിൽസ് റൈസ് നൂഡിൽസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് നൂഡിൽസ് വേണമെങ്കിലും എടുക്കാം. ഇത് നൂഡിൽസ് എങ്ങനെയാണോ നമ്മൾ സാധാ കുക്ക് ചെയ്യുന്ന പോലെ കുക്ക് ചെയ്യുക. ഓരോ നൂഡിൽസ് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ഇൻസ്ട്രക്ഷൻ നോക്കിയിട്ട് കുക്ക് ചെയ്യുക. ഒരിക്കലും ഓവർ കുക്ക് ചെയ്യാൻ പാടില്ല നൂഡിൽസ്. അപ്പോൾ ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻ നോക്കി കുക്ക് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇത് സ്ട്രെയിൻ ചെയ്ത് നല്ല തണുത്ത വെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിക്കി ആവാണ്ടും ഓവർ കുക്ക് ആവാണ്ടും ഉണ്ടാകും. കൂടെ ഹെൽപ്പ് ചെയ്യാൻ ഒരാളും കൂടി ഉണ്ട്. എനിക്ക് മനസ്സിലാകുന്നുണ്ടോയെന്ന് അറിയില്ല. ഇങ്ങനെയൊക്കെ ആക്കുന്നതിനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് കയറി വന്ന ഒരാളാണത്. അപ്പോൾ ഇനി ഇതിനാവശ്യമായ മെയിൻ സാധനങ്ങൾ കുറച്ചധികം തന്നെ വെജീസ് വേണം. വെജീസ് നമുക്ക് ഇഷ്ടമുള്ള വെജീസ് എടുക്കാം. ഞാനിപ്പോൾ എന്തായാലും ഒരു പ്രോപ്പർ രാമൻ എന്നുള്ള രീതിയിൽ കുറച്ചധികം വെജീസ് തന്നെ എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് പാനിൽ ഒലിവ് ഓയിൽ ഒഴിച്ചിട്ട് ഗാർലിക്ക് സോട്ട് ചെയ്തെടുക്കാം. ഇനിയാണ് നമ്മൾ മെയിൻ രാമൻ ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾ കുറച്ചും കൂടി വലിയ പോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പോട്ടിൽ തന്നെ ഫുൾ കുക്ക് ചെയ്തെടുക്കാം. ഞാനിത് അസംബിൾ ചെയ്യുന്നതുകൊണ്ട് ഞാൻ എല്ലാം വേറെ വേറെ കുക്ക് ചെയ്തിട്ട് ലാസ്റ്റ് ഒരു ബൗളിൽ സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പം തന്നെ ഒരു വലിയ പോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാം ഇതിൽ തന്നെ സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിൽ തന്നെ ഞാൻ ബ്രോക്കോളിയും കോളിഫ്ലവറാണ് ഇട്ടത്. ഒന്നുമില്ല, ജസ്റ്റ് സോട്ട് ചെയ്ത് ഒന്ന് ചെറിയ രീതിയിൽ കുക്ക് ചെയ്തെടുക്കുക, അത്രയേ ഉള്ളൂ എല്ലാ വെജീസും. പിന്നെ ഞാൻ മഷ്റൂംസ് ഇട്ടിട്ടുണ്ട്, 2 ടൈപ്പ് ഓഫ് ക്യാപ്സിക്കം ഇട്ടിട്ടുണ്ട്, പിന്നെ സ്പ്രിംഗ് ഓനിയൻ ഇട്ടിട്ടുണ്ട്. ഇനി ഈ വെജീസിന് ആവശ്യമായിട്ടുള്ള സോൾട്ട്, പെപ്പർ ഇതൊക്കെ നമുക്ക് ഈ ടൈമിൽ തന്നെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു ലീഫ് ഇട്ടിട്ടുണ്ട്. ഞാൻ എല്ലാ വീഡിയോസിലും ഈ ലീഫ് കാണലുണ്ട്. എന്തുവാണ് ഈ ലീഫിൻ്റെ പേര്? ആക്ച്വലി ഞാനിത് സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ ഗ്രീൻ ലീഫ് ഹെർബ്സിൻ്റെ ഏരിയയിൽ നിന്ന് എടുത്ത ഒരു സിമിലറായിട്ട് കണ്ട ഒരു ലീഫ് എടുത്ത് എന്നുള്ളൂ. ഇതിൻ്റെ പേര് എനിക്ക് ആക്ച്വലി അറിയില്ല. സ്പിനാച്ചോ ബോക്ചോയോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ലീഫ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കുക. പിന്നെ അതിലേക്ക് സോയ സോസ് ഇട്ടിട്ടുണ്ട്. അതിൽ തന്നെ നമ്മൾ ബ്രോത്തും ഇട്ട് നൂഡിൽസും ഇട്ട് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ സെറ്റായി. പക്ഷെ ഞാനിത് അസംബിൾ ചെയ്യേണ്ടതുകൊണ്ട് അത് ഓഫ് ചെയ്തു. അപ്പോൾ നമ്മൾ മീൻ പണികളെല്ലാം കഴിഞ്ഞ് വെജീസ് കുക്ക് ചെയ്ത് വെച്ച് ചിക്കൻ സെറ്റാണ്. പിന്നെ നമ്മൾ എഗ്ഗ് ബോയിൽ ചെയ്ത് വെച്ച് ബ്രോത്തും സെറ്റാണ്. ഞാൻ അസംബ്ലിങ് ആണ് ചെയ്യുന്നത്. ആദ്യം തന്നെ ബൗളിലേക്ക് നമ്മുടെ റൈസ് നൂഡിൽസ് ഇട്ടു. ചോപ്പ് സ്റ്റിക്ക് യൂസ് ചെയ്യാൻ നല്ലോണം അറിയുന്നതാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്, മൈൻഡ് ഇറ്റ്. പിന്നെ നമ്മൾ ആ ലീഫ് സ്പിനാച്ചാണെന്നാണ് തോന്നുന്നത്, അതിട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ചോപ്സ്റ്റിക്കൊക്കെ മാറ്റി വെച്ചു. പിന്നെ വെജീസ് മുകളിൽ നന്നായി സെറ്റ് ചെയ്യുന്നുണ്ട്. ഞാനിതാ ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ ഫസ്റ്റ് റൈസ് നൂഡിൽസ്, പിന്നെ അതിൻ്റെ മേലയിൽ ഓരോരോ വെജീസ് എടുത്ത് വെച്ച്, പിന്നെ ലാസ്റ്റ് ഞാൻ സ്പൂൺ യൂസ് ചെയ്തിട്ട് എല്ലാ വെജീസും അങ്ങെടുത്ത് മേലെ വെച്ചു. ക്ഷമ നശിച്ചു. സത്യം പറഞ്ഞാൽ ഇത് ടേസ്റ്റ് ചെയ്യാനുള്ള ഒരു തത്രപ്പാടിലാണ് ഞാനുള്ളത്. കുക്ക് ചെയ്ത ചിക്കൻ ഉണ്ട്, അതും വെച്ചു. പിന്നെ ലാസ്റ്റ് നമ്മൾ ബ്രോത്ത് അത് ഇതിലത്തേക്ക് ഒഴിച്ചപ്പോഴാണ് നല്ല അടിപൊളി മൊഞ്ചായി വന്നത് ഇത് കാണാൻ തന്നെ. പിന്നെ നമ്മൾ ബോയിൽ ചെയ്ത് വെച്ച എഗ്ഗ് ഉണ്ടല്ലോ, അതും വെച്ചിട്ടുണ്ട്. പിന്നെ നോക്കുമ്പോൾ ലാസ്റ്റ് ഈ ബ്രോത്ത് കുറച്ച് കൂടിപ്പോയോ എന്നൊരു സംശയം. എന്തായാലും കുഴപ്പമില്ല. പിന്നെ ഞാൻ അടുത്ത ഷോട്ടിൽ അത് കുറച്ചിട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും ഇതിൻ്റെ ലുക്കിലല്ലല്ലോ ടേസ്റ്റിലെ കാര്യം. സത്യം അറിയാലോ, നല്ല അടിപൊളി ഫില്ലിംഗ് ആയിട്ടുള്ളൊരു ഡിഷ് തന്നെയാണിത്. ഡിന്നറിനാണ് ഉണ്ടാക്കിയത്. നല്ല സൂപ്പിയാണ്, നല്ല സൂത്തിങ് ആണ്, നല്ല റിഫ്രഷിങ് ആണ്. വിന്ററിനൊക്കെ പറ്റിയ സാധനമാണ്. എല്ലാ കാർബ്സും പ്രോട്ടീൻസും എല്ലാ സംഭവങ്ങളും ഉണ്ട് ഇതിൽ. അൺഹെൽത്തി എന്ന് പറയാനായിട്ട് ഒരു സാധനവും ഇല്ല. അപ്പോൾ നിങ്ങൾ ഹെൽത്തി ആയിട്ട് എന്തെങ്കിലും ഡിന്നറിൽ ഉണ്ടാക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ 1 ടൈം നിങ്ങൾക്ക് ഇതെന്തായാലും ഉണ്ടാക്കി നോക്കാം. വെജീസ് കട്ട് ചെയ്ത് കുക്ക് ചെയ്യേണ്ട പണിയേ ഉള്ളൂ, ബാക്കിയെല്ലാം സിമ്പിളാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക.